ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. വളരെ സന്തോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പറയുന്നതിനും ചെയ്യുന്നതിനും ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ ഒപ്പം ചേരാനും ഒരുപാട് പേർ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 5 ലക്ഷം നിക്ഷേപിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ മൊഴി നൽകുന്നതിൻ്റെയും അല്ലെങ്കിൽ FIR ഇടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യമാണ് ചോദിച്ചത്. അല്ല ബ്രോ, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ റോൾ എന്താണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ എനിക്ക് യാതൊരു വിധത്തിലുള്ള റോളുമില്ല. ഈ കമ്പനിയെ ഫിജി കാർഡിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഈ കമ്പനിയെക്കുറിച്ച് അറിയാമായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ സമയം പഠിക്കാനും ഇവരുടെ തട്ടിപ്പുകൾ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുന്നോ അത് മുഴുവൻ തട്ടിപ്പാണ്. ഇവർ വലിയ തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റും തട്ടിപ്പ്, ഓരോന്നിനും. നമുക്കറിയാം, ഇന്ന് എന്നോടൊരു വലിയൊരു ലീഡർ പറഞ്ഞത്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു 10 ലീഡർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ്. നമ്മളെ EDയുടെ 37 പേരിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ OTTയുടെ സംഭവങ്ങൾ വരുന്ന സമയത്ത് തന്നെ എനിക്കറിയാമായിരുന്നു ഇത് വേഗം തന്നെ പൂട്ടിപ്പോകും, ഇത് നമുക്ക് ബാധ്യതയാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ OTTയെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ബാധ്യതകൾ ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ അത് 3 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ റിട്ടേണ്. അത് 55 ലക്ഷം, 50 ലക്ഷവും പിന്നെ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന 5 ലക്ഷവും തിരിച്ചു കൊടുക്കും എന്നതൊക്കെ ആൾക്കാരെ പറ്റിക്കാനും പെട്ടെന്ന് പൈസ സമാഹരിക്കാനും വേണ്ടിയിട്ടുള്ള തട്ടിപ്പായിരുന്നു എന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ലീഡറിൽ ഒരാളായ ആൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കണേ ഇതിൻ്റെ കാര്യങ്ങൾ. അറിഞ്ഞവർ പോലും ഇത് അവരുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. അവരെ ചതിക്കുകയായിരുന്നു അറിഞ്ഞുകൊണ്ട്. എന്നാൽ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ കോണ്ടാക്റ്റിലും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഈ ഒരാൾ ഇങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരെ ഒരു കൂട്ടം ആൾക്കാർ, നമുക്കറിയാം ഇതിൻ്റെ കേസൊക്കെ വന്ന സമയത്ത് തന്നെ ഇവർ എത്രമാത്രം ഇറങ്ങി പുറപ്പെട്ട്, നിങ്ങൾ ആര് പറയുന്നതും കേൾക്കരുത്, കമ്പനി 2 ദിവസം കൊണ്ട് തിരിച്ചു വരും, 3 ദിവസം കൊണ്ട് തിരിച്ചു വരും, അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലിട്ട് മറ്റുള്ളവരെ പരിഹസിച്ച്, മറ്റുള്ളവർ പണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, മറ്റു കമ്പനികൾ കോടിക്കണക്കിന് പൈസയാണ് ഇതിൻ്റെ കുറ്റങ്ങൾ പറയുന്നവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ഏതോ മയക്കി കിടത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മനസ്സിലാക്കിയത്, ഇന്ന് പരക്കെ അടിയാണ്, എവിടെ നോക്കിയാലും അടിയാണ്. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുന്നു, ഇട്ട മെസ്സേജ് അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കുന്നു. 50ഓളം ലീഡർമാർ തന്നെ പറയുന്നു, ആ ഒരു 50ഓളം ആൾക്കാർ കേസ് കൊടുത്തോളൂ, എന്നാൽ മാത്രമേ ഇതിനൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. വളരെ സന്തോഷം. പിന്നെ പറയാനുള്ളത്, അവർ തന്നെ ലീഡർമാർ തന്നെ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ കോടതി അവസാനത്തെ കോടതിയല്ല എന്നും, ഇതിൻ്റെ മുകളിലും കോടതികളുണ്ട് എന്നും, കോടതികളെ ബഹുമാനിക്കണമെന്നും, അതുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി, നമുക്കൊരു തിരിച്ചടി കിട്ടിയാലും പ്രശ്നമില്ല. ഇത് ബഡ്സ് ആക്ട് ആണ്, ഇത് നിക്ഷേപകർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് പണം തരാനുള്ള നിയമം ഈ രാജ്യത്തുണ്ട് എന്നാണ് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്.
അവരെ സ്വയം പഠിപ്പിക്കുന്നത്, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ കേസിന് പോകേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നു. അവരെ അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ 2-3 വർഷം കഴിഞ്ഞ് എത്തുന്ന സുപ്രീം കോടതി. ഇവിടെ എല്ലാ ട്രയലും കഴിഞ്ഞ് സുപ്രീം കോടതിയിലെത്തി. അവിടെ നിന്നും നിങ്ങൾ കള്ളന്മാരാണ്, മണി ചെയിനിൻ്റെ കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻകാരാണ്, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ. മണി ചെയിൻകാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ല മറ്റ് കമ്പനികളോട്, മണി ചെയിൻ MLM കമ്പനികളോട് സുപ്രീം കോടതി ആട്ടിപ്പായിച്ചതുപോലെ നിങ്ങളെയും ആട്ടിപ്പായിച്ചാലും പ്രശ്നമില്ല. നമുക്ക് പണം തരാനുള്ള, കേസ് ജയിച്ചാലും തോറ്റാലും ഇത് നമ്മുടെ പണമാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് സംരക്ഷണം കിട്ടുമെന്നുള്ള വളരെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായി എടുത്ത് അവസാനം പ്രയോഗിക്കാൻ നോക്കുകയാണ്. എന്തായാലും വളരെ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യമേ ഉള്ളൂ. ക്ലെയിം പെറ്റീഷൻ ഇപ്പോൾ കൊടുക്കുന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തോറ്റിട്ടാകുമ്പോൾ നാണം കെട്ട്, ഇത്രയും 2 വർഷം നാണം കെട്ട് നിങ്ങൾ അവസാനം FIR ഇടുന്നു എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ FIR ഇട്ട് ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ട് നിങ്ങൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നോ എന്നുള്ളതാണ്. ബൈ.